വാട്സപ്പ് ബോയ്സെങ്കിൽ സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് ഞാൻ ഓൾമോസ്റ്റ് ദിവസം തീർന്നു, ദിവസം ഇല്ല ഇനി ബാക്കി. എന്നാലും ഞാൻ ഇന്നലെ വ്ളോഗ് ഇട്ടില്ല. അതെനിക്ക് റീസൺ ഉണ്ട്, എനിക്ക് ഹെവി ഒരു ഹാർഡ് കോർ റീസൺ ഉണ്ട്. എനിക്ക് കേൾക്കും. എൻ്റെ മെയിൻ ചാനൽ വീഡിയോ കുറേ പെൻഡിങ് ആയിരുന്നല്ലോ, അത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് രണ്ട് ചാനലുണ്ട് എനിക്ക്, ഹിന്ദി മലയാളം ഉണ്ട്. അപ്പോൾ രണ്ടും ഞാൻ ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് പിന്നെ 2 ഷോർട്സ് ഉണ്ടാക്കണം, 2 റീൽ ഉണ്ടാക്കണം, അതെല്ലാം ഞാൻ ഉണ്ടാക്കി. അത് കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പം ഇന്ന് വൈകുന്നേരമായി, ഇന്നലെ തുടങ്ങിയതായിരുന്നു. അതായിരുന്നു ഒന്നും നടക്കാൻ ഞാൻ. അതെ, ഈ ദിവസം ഓൾമോസ്റ്റ് ഇത്രയും തീരാനുള്ള കാര്യം അതാണ്. എന്തായാലും ഞാൻ കുറച്ച് പ്ലാൻസ് വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇനി മുമ്പിലോട്ട് പോകാൻ നേരത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്തൊരു ലെവലിലോട്ട് പോകണം. നമ്മൾ മിക്ക യൂട്യൂബേഴ്സും അടുത്ത ലെവലിലോട്ട് പോകുമ്പോൾ പിന്നെ എല്ലാം പൊട്ടി താഴത്തോട്ട് വരും. അങ്ങനത്തെ ഒരു പൊട്ടത്തിനെ ഞാൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ചെറിയ സ്റ്റെപ്പ് ഉണ്ടാക്കാം. ആ സ്റ്റെപ്പ് വർക്കൗട്ട് ആവുമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അതിപ്പോൾ തൽക്കാലം എനിക്ക് വേറൊരു വീടും കൂടി ഞാൻ വാടകയ്ക്ക് എടുക്കും. അവിടെ ഒരു സിസ്റ്റം സെറ്റ് ചെയ്യണം. 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ട് പിന്നെ അവിടെ ആരെങ്കിലും ഇരുത്തി ഐഡിയലി 2 എഡിറ്റേഴ്സാണ്, ഒരു സിസ്റ്റം ഉള്ളല്ലോ. നമുക്ക് ആദ്യം ഒരു വീട്, പിന്നെ ഒരു സിസ്റ്റം, പിന്നെ ഒരാളെ അത് ഇരുത്താം. അതാകുമ്പോൾ എൻ്റെ മിക്ക വർക്കും അവൻ ചെയ്തു തുടങ്ങണ്ട. അതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്ന മാത്രം ഫോക്കസ് ചെയ്യണം. ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്നതും ബാക്കിയും ഇതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോക്കസ് ചെയ്താൽ മാസം ഒരു വീഡിയോ പോകത്തുള്ളൂ. പറ്റില്ല, മാസം ഒരു 4 വീഡിയോ, മിനിമം 4 വീഡിയോ, ഒരാഴ്ച ഒരു വീഡിയോ. ആ ലെവൽ വേണം എനിക്ക്, എന്ത് പറഞ്ഞു പറഞ്ഞപ്പോൾ. അതാണ് നമ്മുടെ മുമ്പിലോട്ടുള്ള പ്ലാൻ. എങ്ങനെയുണ്ട്, കൊള്ളല്ലേ? സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ഏതെങ്കിലും ഒരു വാടക വീട് കറക്റ്റായിട്ട് സെറ്റ് ആകുമ്പോൾ എനിക്ക് സ്റ്റുഡിയോ ആണ് വേണ്ടത്. സ്റ്റുഡിയോ നമുക്ക് പിന്നെ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാം. തൽക്കാലം ഒരു വാടക വീട്ടിലോട്ട് പോകാം, പിന്നെ അവിടെ സിസ്റ്റം വരട്ടെ, പിന്നെ നമുക്ക് മുമ്പിലോട്ട് നോക്കാം. ഞാൻ യഥാർത്ഥം ഉദ്ദേശിക്കുന്നത് ഒരു മാസം നമുക്ക് ഓരോ മാസം ശമ്പളമായിട്ട് കൊടുക്കാം ഈ എഡിറ്ററിനൊക്കെ. അപ്പോൾ അതാകുമ്പോൾ എൻ്റെ പ്രോപ്പറായിട്ട് മിക്ക വർക്കും ചെയ്ത് കിട്ടും. അതാണ് പ്ലാൻ. പിന്നെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട്, ബൾക്ക് തിരക്കിടില്ല പോകുന്നു. ഇന്ന് ഞാൻ ഷേക്ക് ഒന്നും കുടിച്ചിട്ടില്ല, ബ്ലോട്ടിംഗ് ഒന്നും ഇല്ല എനിക്ക്. അമ്മ എന്താ അമ്മ കാല് ഇന്നലെ കണ്ട് വീഡിയോ കണ്ട അമ്മ കാണിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് അവനെ എല്ലാവരും കാണിക്കാൻ. ഇവന് ഈ ചെറിയ എലി എല്ലൊക്കെ എപ്പോഴും വരുന്നു. പൊക്കെ എലി പൊക്കെ ഒറ്റടിക്ക് ഇരുട്ടി. അതിന് ഓബ്വിയസ് ആണ്. ഞാൻ 5 മണി 6 മണിക്കാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങളൊക്കെ ഒരു കാര്യം കാണിച്ചത്, ഇതിനകത്ത് എന്തുണ്ടോ നിങ്ങളുടെ വിചാരം? ഞാൻ മറ്റേ മരമെല്ലാം ഫുൾ ഡിസംബിൾ ചെയ്ത് കേട്ടോ. ഞാൻ കാണിക്കാം. ആരിക്കുന്നത് കണ്ട അവിടെ ഇതിനകത്ത് കയറിയിരിക്കുവാൻ ഒരിതുമില്ല, നോക്കുന്നുണ്ടോ ക്യാമറയിലോട്ട്. മുമ്പിൽ വേറൊരാൾ. ഇവന് ഞാൻ എലിയെന്ന് പേരിടട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കമൻറ്റിൽ പറ, എലിയെന്ന് പേരിടട്ടെ എന്ന്. എൻ്റെ ബ്ലോട്ടിങ് കുറഞ്ഞ കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ആ പാല് കുടിക്കുന്ന നിർത്തിയപ്പം, പിന്നെ ഡേറ്റ്സ് നിർത്തിയപ്പോൾ ഇപ്പം ഒട്ടും ബ്ലോട്ടിങ് ഇല്ല. അല്ലാത്ത പക്ഷെ എന്തായിരുന്നു മുന്നേ, ചില ദിവസങ്ങൾ ജിമ്മിൽ പോകാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ബ്ലോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അത് ഒടുക്കത്തെ കുറേ കാലറീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ കാലറിയുടെ കുറവ് നമുക്ക് നികത്തേണ്ടി വരും. മുട്ട വെച്ച് വല്ല നികത്താന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. നികത്തിയില്ലെങ്കിൽ നമുക്ക് ബൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ കറണ്ട് ഞാൻ 90 kg ഉള്ളതുകൊണ്ട് നമുക്കൊരു 20 കിലോ കൂട്ടും. 20 kg ആവശ്യമുണ്ടോ? ഇല്ല, എന്നാലും 20 kg നമ്മൾ കൂട്ടും. ഇത് ഡേ 7 ഓഫ് ബൾക്കിംഗ് സീരീസ് ആണ്. ഏകദേശം ഒരു 3-3.5 കിലോ കൂടിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം എൻ്റെ കറണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് 90 കിലോ. നമ്മുടെ ആദ്യത്തെ എക്സസൈസ് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ്. എനിക്ക് ഇൻക്ലൈൻ ചെയ്യുന്ന ഇഷ്ടം, പക്ഷേ എന്ത് ചെയ്യാനാ, ഇൻക്ലൈനകത്താരും വെയിറ്റ് വെച്ചിട്ടില്ല. അപ്പം ഞാൻ ഈ വെയിറ്റ് ഉള്ള സ്ഥലത്ത് തന്നെ അടിച്ച്. എൻ്റെ രണ്ടാമത്തെ എക്സസൈസ് ഞാൻ ചെയ്തത് ഡംബിൾ ഫ്ലൈ ആ. വെയിറ്റ് കുറവുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അപ്പം തന്നെ ഡംബിൾ മാറ്റി 20 കിലോ 25 കിലോ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഞാൻ 3 സെറ്റ് കളിച്ച് 8 റെപ്പ് വെച്ച്. ഇപ്പോൾ വെയിറ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എനിക്ക് ഇനിയും വേണേൽ കൂട്ടാം. പക്ഷേ ഇത് റിസ്ക് ഉള്ള എക്സസൈസ് ആയതുകൊണ്ട് ഞാൻ വളരെ കൂട്ടുന്നില്ല. അടുത്ത എക്സസൈസ് പ്രീച്ചർ കേൾസ് ആയിരുന്നു. പക്ഷേ ഒട്ടും എനിക്ക് വെയിറ്റ് തോന്നുന്നില്ല. എനിക്ക് ഒന്ന് ബൾക്ക് കൂടുന്നതനുസരിച്ച് എൻ്റെ സ്ട്രെങ്ത് നല്ലതായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഒട്ടും വെയിറ്റ് തോന്നാത്തതുകൊണ്ട് ഞാൻ ഏകദേശം ഡബിൾ ദ റെപ്പ് അടിച്ചുകൊണ്ടാണ് കുറച്ചെങ്കിലും മെച്ചമായിട്ട് ഞാൻ ഈ സെറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവല്ല, കാല് വരെ പൊങ്ങിപ്പോയി പറയുന്നത്. കൊള്ളാം. അടുത്ത എൻ്റെ സിംഗിൾ ഹാൻഡ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ആയിരുന്നു. എനിക്ക് 2 kg വെച്ച് കളിക്കുന്ന ഇഷ്ടം. പിന്നെ പെട്ടെന്ന് എക്സസൈസ് തീരും. ഇതിപ്പോൾ ഡബിൾ ടൈമും എടുക്കും. പിന്നെ വെയിറ്റ് ഏകദേശം എനിക്ക് കുഴപ്പമില്ല, കുറച്ചൊരു കൂട്ടാവുന്നുണ്ട്. പക്ഷെ കൂട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് ഈ ഗ്രിപ്പ് കിട്ടുമോ. അടുത്ത് ഞാൻ ഫുൾ സ്റ്റാക്ക് ഇട്ടും ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഏകദേശം നോർമലി 8 കൂടുതൽ അടിക്കാറില്ല. ഇതൊരു 16-18 അടിച്ചിട്ടുണ്ട് ഞാൻ. അല്ലെങ്കിൽ പിന്നെ ഒന്നും തോന്നുന്നില്ല. എന്താ കരിയുമ്പോൾ ഇനി ബോക്സിനകത്ത് ഇറങ്ങി എന്താ റൂമിനകത്ത് കയറാൻ വേണ്ടി ഇരിക്കുവാണോ? ഞാൻ അകത്തോട്ട് കയറാൻ നോക്കുന്നില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരിക്കുക. എനിക്ക് ഫുഡ് അമ്മ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കഴിക്കാൻ പോവുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫുഡ്. ഇതിനകത്ത് പപ്പടവും നെല്ലിക്കയും, പിന്നെ അതിനകത്ത് ഇറച്ചിയും. ഇത് മതിയാവുമെന്ന് അറിയത്തില്ല ഇന്നത്തേക്ക് ബൾക്കിന്. എനിക്ക് കുറച്ച് സ്പീഡി ബൾക്ക് ചെയ്യണം. എൻ്റെ ബോഡി അത്ര പെട്ടെന്ന് ഫാറ്റ് ഗെയിൻ ചെയ്യത്തില്ല. അതുകൊണ്ട് കുറച്ചേറെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എത്ര സ്പീഡിൽ ബൾക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പോൾ ഫാറ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കുറയ്ക്കും. പക്ഷേ ഇപ്പോൾ വലുതായിട്ട് ഫാറ്റ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വരണോ? എനിക്ക് വലുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല അന്ന് പുറത്ത് പോയി കഴിച്ചിരിക്കാൻ. എന്നെ അനിയന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ഞാൻ അറിയത്തില്ല.
ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ കാലിൽ നിന്നില്ല ഒരു നഖം പോയിട്ടുണ്ട് മറ്റേ അന്ന് വീഴ്ച കാരണം. അത് ഫുള്ളായിട്ട് പോകാത്തത് കൊണ്ട് എനിക്ക് എപ്പോഴും ചെരുപ്പ് ഇടാൻ നേരത്തും പാൻ ഇടാൻ നേരത്തൊക്കെ അത് കൊള്ളുന്ന നഖം. അതിൻ്റെ വേദനയുണ്ട്. അതെ അഭിരാം എത്തിയിട്ടുണ്ട്, തേണ്ടി നിൽക്കുന്നു. അഭിരാമൻ നമ്പർ പുറത്ത് പോരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് രാത്രി സമയം മോശമാണ്. സ്പ്ലെൻഡർ മതിയായിരുന്നില്ല, ബുള്ളറ്റൊക്കെ എന്തിനെടുത്തത്? രാത്രി സമയം മോശമാണെന്നല്ലേ? നമ്മളൊരു പുതിയ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഓൾറെഡി ആരും കഴിച്ചു, എന്നാലും സ്പേസ് ഉണ്ട്. നീ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലേ. എന്താണിത്? അവിടെ ഏതാണ്ട് കട്ട് പോസ്റ്റ് ഇത് പറയുന്നത് ടർഫ് ഫുട്ബോളൊക്കെ നടക്കുന്നത്. അവിടെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അമ്മമാരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം തിരിഞ്ഞു പോകുന്ന കൊള്ളാല്ല. കുറച്ച് ക്രൗഡിലൊക്കെ വരുന്നേ പ്രതീക്ഷിച്ചത്. ഇപ്പം ഇത് കുറച്ച് കൂടിയിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞേക്കാം, സ്പൈസി ഫ്രൈസ്. എന്താ വേണ്ട? എന്തെങ്കിലും ഏതാണ് ഏറ്റവും കൂടുതൽ എരിവ്? ഹണി ഫ്ലെയിം. അപ്പോൾ ഹണി ഫ്ലെയിം എടുക്കാം അല്ലേ? ഫുള്ളെടുക്കാന് ഫുള്ള് താങ്ങുക, ഫുള്ളെടുക്കും. അതേത് കടയാണ്? വാഫിലാ? അതാണ് വാഫ്ലി ഏത് കടയാണ്? ഇത് കൊടുക്കുക സ്പൈസി ആണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. കഴിക്കുമല്ലോ? കഴിക്കണം. ഇത് ഒരെണ്ണം ഓർഡർ ചെയ്തതാണ്, പക്ഷേ നാനക്കണക്കല്ല നാൻ കണക്കാണ്. ടേസ്റ്റ് നോക്കട്ടെ, എരിവുണ്ടെന്നാണ് പറഞ്ഞു. എരിവുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എരിവ് രജിസ്റ്റർ ആകത്തെയാണ്. ഒന്ന് കുറച്ച് കഴിച്ചോളാം. ചൂടാണ് കേട്ടോ. അത് നല്ലതാണ്. തീർന്നിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു വിങ്സും ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഒരു പീസ് എടുത്ത് കഴിച്ച് മടിക്കാതെ കഴിക്കൂ. ബൾക്ക് ചെയ്യാനുള്ളതാണ് എനിക്ക്. നമുക്ക് വിങ്സ് ട്രൈ ചെയ്ത് നോക്കാം. വിങ്സ് അല്ല കേട്ടോ, എരിവുണ്ട്. എനിക്കൊരു സീനില്ല. ബോയ്സ്, ഞാൻ ഫുഡ് ഫുള്ളും കഴിച്ച് വയറിനകത്ത് ഇനി സ്പേസ് എന്ന് പറയുന്ന സംഭവമില്ല. നാളെ രാവിലെ 7 മണിക്ക് എനിക്ക് ട്രെക്കിങ്ങിന് പോകാനുള്ളത്. അപ്പോൾ തലകുത്തി പറയാൻ നേരത്ത് ഈ ഫുഡ് രാവിലെ മോസ്റ്റ്ലി എൻ്റെ വായിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, ഒരു കട കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അവർ എൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു അവർക്കൊരു ഹെൽത്തി ഡിഷ് ഉണ്ട്, അത് ട്രൈ ചെയ്തിട്ട് പോകണമെന്ന്. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ഇതാണ് ആ ഡിഷ്. ഞാനത് എങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. താഴത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെയാണല്ലോ. അങ്ങനെയാണല്ലോ. മാങ്ങ ഇട്ടിട്ടുണ്ടോ? ഇത് ഫ്ലേവർ ഇട്ടാണോ അല്ലെ മാങ്ങയാണോ? അത് ടേസ്റ്റ് ഉണ്ട്. അല്ല മാങ്ങയാണ്. മാങ്ങ തന്നെ കേട്ടോ, ഫ്ലേവർ അല്ല. എൻ്റെ വയറ്റിനകത്ത് 2 സ്പൂണിലുള്ള സ്ഥലമുണ്ട്, അത് ഞാൻ കഴിച്ച്. ഇത്ര ലേറ്റ് റിയാക്ഷൻ അല്ലേ? പിന്നെ ഞാൻ അവർക്ക് പറഞ്ഞു കുറച്ചേറെ മധുരക്കുള്ള എൻ്റെ ടേസ്റ്റിന്. പക്ഷെ എന്നാലും ഞാൻ കഴിച്ചേനെ. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വയറ്റിൽ ഇപ്പോൾ ഒട്ടും സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാനിപ്പം സ്വന്തമായിട്ട് എൻ്റെ കൂടെ നടത്തി ഞാൻ ഒഴിപ്പിച്ചെടുക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അത് കഴിച്ച് എനിക്കൊന്ന് എല്ലെക്കാട്ടിൽ ഇപ്പോൾ ബൾക്കടിക്കുമെന്ന്. രാത്രിയായി 1:43, 2 മണിയാകാറായി. എൻ്റെ വീട്ടിലിപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കാണും. ഞാനിനി ചെല്ലുമ്പോൾ ആരെങ്കിലും എഴുന്നേൽപ്പിക്കാതിരുന്നാൽ മതി. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്. വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക കേട്ടോ.